ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിനൊക്കെ രാത്രി തന്നെ എന്തായാലും നമ്മുടെ ഡിഫൻഡർ എടുത്തുകൊണ്ട് എന്തായാലും ഒരു നൈറ്റ് ഡ്രൈവിനുകളൊക്കെ ഇറങ്ങി ഗൈസ്. ഓക്കെ, നല്ല രസമാണ് ഗൈസ് രാത്രി ഇങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട്. ഓക്കെ, നമ്മൾ നമ്മുടെ ഡിഫൻഡർ എടുത്തുകൊണ്ടാണ് ഇറങ്ങിയെന്ന് വെച്ചാൽ നല്ല രസമാണ് ഗൈസ് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട്. ഓക്കെ, എൻ്റെ മോനെ അവിടെ പറയാതെ ഒരാളെ ഇടിച്ചിട്ടാ കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, അയ്യോ ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്? ശരി എന്നാ എൻ്റെ വണ്ടിയുടെ 2 ഡോറ് പോയല്ലോ ഗൈസ്. ഇതിപ്പോൾ പണിയായല്ലോ. ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ് ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു ഡിഫൻഡർ കൊണ്ടെന്തെല്ലാം ജസ്റ്റ് എന്തെങ്കിലും ഓടിക്കാം ഗൈസ്. ഓക്കെ, പോണ വഴിക്ക് നമുക്ക് ഈ വണ്ടി ഒന്ന് ശരിയാക്കി ഒന്ന് സെറ്റാക്കി കൊണ്ടുവരാം കേട്ടാ. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ എന്തായാലും കുറച്ച് നേരം എന്തായാലും വണ്ടികളൊക്കെ എന്തായാലും ഡ്രൈവ് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ ഡിഫൻഡറിൻ്റെ ഡോറെല്ലാം ശരിയാക്കിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നേരത്തെ ഇടിച്ച് പൊളിഞ്ഞുമല്ലോ, അതൊക്കെ നമ്മളെന്തായാലും ശരിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ വീട്ടിൽ പോകാം കേട്ടോ. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും നമ്മുടെ ഡിഫൻഡർ ഓടിച്ചുകൊണ്ട് എന്നാലും വരായിരുന്നു കേട്ടോ. ഓക്കെ, ആ സമയത്താണ് ഇവിടെ വിചിത്രമായ ഒരു സാധനം ഞാൻ ഫ്രണ്ടിൽ കണ്ടത് ഗൈസ്. ഓക്കെ ഗൈസ്, ആരാണെന്ന് ഈ നടു റോട്ടിൽ കണ്ടൊരു ബൈക്കുകളൊക്കെ കൊണ്ടുവച്ചു ഗൈസ്. ഓക്കെ, ആരെങ്കിലും വണ്ടിയൊക്കെ ഇടിച്ച് തള്ളിയിടൂല്ലേ ഗൈസ്. ഓക്കെ, അതുമാത്രമല്ല അത് ഏതാണ് ബൈക്ക് നിങ്ങൾക്ക് മനസ്സിലായി ഗൈസ്. ഓക്കെ, അത് സെഡക്സ്റ്റണറാണ് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു ഡിഫൻഡർ കുറച്ച് മാറ്റിയിടാം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്കെന്തായാലും പതുക്കെ ആരും കാണാതെ സെഡക്സ്റ്റണർ അങ്ങ് അടിച്ച് മാറ്റാം ഗൈസ്. ഓക്കെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടമുള്ള അടുത്ത സെക്കൻഡായിട്ടുള്ള ബൈക്കുകളൊക്കെയാണ് കേട്ടോ സെഡക്സ്റ്റണർ എന്ന് വെച്ചാൽ. ഓക്കെ, അയ്യോ ഇവന്മാരാ എൻ്റെ മണ്ടയ്ക്ക് വണ്ടി കയറ്റിയ ഗൈസ്. ഓക്കെ, അയ്യോ ആ സെഡക്സ്റ്റണർ ഇവിടെ ഗൈസ്. ഓക്കെ, ഇവന്മാർ തന്നെ മണ്ടയ്ക്കൂടെ വണ്ടി കയറ്റാ. ഇല്ല ഇല്ല സേഫായിട്ട് എന്താ ഇവിടെ എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആരും കാണാനായിട്ടതല്ല ഇല്ല കേട്ടോ. നമുക്ക് പതുക്കെ ഈ സെഡക്സ്റ്റണർ അങ്ങ് അടിച്ച് മാറ്റാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഡിഫൻഡർ അങ്ങ് പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം ഗൈസ്. ഓക്കെ, ആ വണ്ടി കളയാനൊന്നും പറ്റില്ല കേട്ടോ. ഓക്കെ, പക്ഷെ എൻ്റെ മോനെ ഫൈനലി നമ്മളെന്തായാലും സെഡക്സ്റ്റണർ എടുത്ത് ഗൈസ്. ഓക്കെ, അടിപൊളി വണ്ടിയാണ്, ഒരു രക്ഷയില്ല ഗൈസ്. ഓക്കെ, പൊളി വണ്ടി വെച്ചാൽ പൊളി വണ്ടിയാണ്. ഓക്കെ, നമ്മുടെ സെഡക്സ്റ്റണർ പൊളിയായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഈ വണ്ടി ഓടിക്കാനായിട്ട്. എൻ്റെ പൊന്ന് അടിപൊളി കൺട്രോളാണ് കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ ചുമ്മാ എന്തായാലും ഒരു സെഡക്സ്റ്റണർ വഴിയിൽ നിന്ന് അങ്ങ് അടിച്ചാറ്റി ഇതിനിപ്പോൾ നേരെ നമ്മുടെ ഷിഞ്ചാനെ പിഞ്ചാനെ വീട്ടിൽ പോയിട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും വീട്ടിലാണ് എത്തിയിട്ട് നമ്മുടെ ഡിഫൻഡറും നമ്മളിവിടെ കൊണ്ടുവന്നാലും ഇട്ടിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, സെറ്റ് കേസ്. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു സെഡക്സ്റ്റണർ അല്ല അതിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിനിയിപ്പോൾ എന്തായാലും ഷിഞ്ചാനെ പിഞ്ചാനെ കാണിക്കാം ഗൈസ്. ഓക്കെ, എടാ ഷിഞ്ചാനെ പിഞ്ചാനെ ഇഞ്ഞു വാടാ, എടാ ഷിഞ്ചാനെ പിഞ്ചാനെ ഇഞ്ഞു വാടാ. നമ്മുടെ തന്നെ അല്ലേ ഗ്രാനി ടൈഗർ ഇവിടെ അല്ല കേട്ടോ. അത് അവർ ഇതുവരെയായിട്ട് വന്നില്ല ഗൈസ്. ഓക്കെ, അവരിപ്പോഴും നമ്മുടെ ഗ്രാനിയുടെ നാട്ടിലാണ് ഗൈസ്. ഓക്കെ, എടാ ഷിഞ്ചാനെ പിഞ്ചാനെ ഇഞ്ഞുവാ. എന്ത് ഫ്രാങ്ക്ലി ചേട്ടാ, എന്ത് കാര്യം എന്ത്? എടാ ഷിഞ്ചാനെ പിഞ്ചാനെ ഇഞ്ഞുവാടാ, ഒരു സാധനം കാണിച്ചരാ. എന്ത് സാധനം? വാടാ ആളിയാ കാണിച്ചരാടാ. അതല്ലടാ ഷിഞ്ചാനെ പിഞ്ചാനെ അങ്ങോട്ട് നോക്കടാ. ഫ്രാങ്ക്ലി ചേട്ടാ, ഇത് നമ്മുടെ കവാസാക്കിയുടെ നിഞ്ച സെഡക്സ്റ്റണർ അല്ലേ? ആടാ ഷിഞ്ചാനെ പിഞ്ചാനെ എങ്ങനെയുണ്ട്? ഫ്രാങ്ക്ലി ചേട്ടാ പുതിയ വണ്ടി എടുത്തല്ലേ? എടാ ഇത് എടുത്തല്ലടാ, ഞാൻ നമ്മുടെ ഡിഫൻഡർ എടുത്തോണ്ട് നിങ്ങൾ കാണാതെ നൈറ്റ് ഡ്രൈവിനൊക്കെ പോയി. ഓ അത് ശരി, അപ്പോൾ അതല്ലാതെ തന്നെ നിങ്ങൾ നൈറ്റ് ഡ്രൈവിന് പോയല്ലേ? സോറിയുടെ ഷിഞ്ചാനെ പിഞ്ചാനെ, എനിക്ക് ബോറടിച്ച് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പോയത്. ഓക്കെ, അടുത്ത പ്രാവശ്യം കൊണ്ട് ഫ്രാങ്ക്ലി ചേട്ടാ നൈറ്റ് ഡ്രൈവിന് പോയപ്പോൾ നൈറ്റ് ഡ്രൈവിന് ഞാൻ പോയ സമയത്ത് നടു റോട്ടിൽ താണ്ട് ഒരു സെഡക്സ്റ്റണർ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ എൻ്റെ ആ ഒരു ഡിഫൻഡർ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഈ വണ്ടി എടുത്തുകൊണ്ടെന്ന് ഇവിടെ ഇട്ട്, എന്നിട്ട് ഞാൻ ഡിഫൻഡർ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടിട്ട്. എങ്ങനെയുണ്ട് വണ്ടി? കൊള്ളാം ഫ്രാങ്ക്ലി ചേട്ടാ, ഈ കളർ പെടായിട്ട് എന്നാലും ഉണ്ട് കേട്ടോ. ഓക്കെ, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പച്ചയാണ് നമ്മുടെ ഈ സെഡക്സ്റ്റണറിന് ചേർന്നതെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, എല്ലാ വണ്ടികളും ഏകദേശം പച്ചയല്ലേ കവാസാക്കിയുടെ വണ്ടികൾ. എടാ ഷിഞ്ചാനെ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയി കിടന്ന് ഉറക്കാം. ഫ്രാങ്ക്ലി ചേട്ടാ. ഗുഡ് മോർണിംഗ് ഫ്രാങ്ക്ലി ചേട്ടാ. ഗുഡ് മോർണിംഗ് ഡാ ഷിഞ്ചാനെ പിഞ്ചാനെ. ഫ്രാങ്ക്ലി ചേട്ടാ നമുക്കിന്ന് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയാലോ? ആടാ ഷിഞ്ചാനെ പിഞ്ചാനെ, നമുക്കില്ലേ മൂന്നാർക്കൂടെ നമ്മുടെ പുതിയ മറ്റേ സെഡക്സ്റ്റണറില്ലേ വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ആ വണ്ടി എടുത്തോണ്ട് നമുക്ക് കറങ്ങാൻ പോവാം. ഫ്രാങ്ക്ലി ചേട്ടാ
നമുക്ക് പിന്നെയല്ലേ അതൊക്കെ എടുത്തോണ്ട് പോവാം കേട്ടാ. ആടാ ഷിഞ്ചനെ പിഞ്ചനെ, നമുക്കപ്പോൾ നേരെ വെളിയിൽ പോകട്ടെ. എന്നിട്ട് നമ്മുടെ സെഡക്സ്റ്റനർ ഒന്ന് കഴുകി വെക്കാം കേട്ടോ. ഇന്നലെ മഴ കിടന്ന ആ വണ്ടി പത്ത് ചെളിയായി കേട്ടോ. നമുക്കിപ്പോൾ നേരെ വെളിയിൽ പോവാം. അയ്യോ ഫ്രാങ്ക്ലി ചേട്ടാ, ഇതെന്താണ് സംഭവിച്ചത്? ഇന്നലെ ഫ്രാങ്ക്ലി ചേട്ടാ എടുത്തോണ്ടെന്ന ഒരു സെലക്സ്റ്റനറല്ലേ വഴി കിടക്കണ? ആടാ ഷിഞ്ചനെ പിഞ്ചനെ, നോക്കടാ നമ്മുടെ ഡിഫൻഡർ. ഓൾറെഡി ഇന്നലെ വണ്ടി ഇടിച്ച് ഇതിൻ്റെ ഡോറൊക്കെ പോയതേ ഉള്ളൂ. ഞാൻ ഇന്നലെ രാത്രിയല്ലടി ഈ വണ്ടി ശരിയാക്കിയത്. ഇതെങ്ങനെടാ പിന്നെ അതിൻ്റെ ഡോറൊക്കെ പൊളിഞ്ഞത്? അതങ്ങനെ ഈ വണ്ടിയുടെ സ്വിമ്മിംഗ് പൂളിൽ വീണ്? ഫ്രാങ്ക്ലി ചേട്ടാ ഒരു പണി കിട്ടിയെന്ന് തോന്നണേട്ടാ. നമ്മൾ ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങിയ സമയത്ത് ആരോ നമ്മുടെ വണ്ടി അടിച്ചുമായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അറിയാതെ സ്വിമ്മിംഗ് പൂളിൽ വീണാണ് കേട്ടോ. ഓക്കെ, അയാൾ നമ്മുടെ ഡിഫൻഡർ അടിച്ചുമായിട്ട് വന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എടുത്ത സമയത്ത് നമ്മുടെ ഈ സെഡക്സ്റ്റനാറെ കൊണ്ട് ഇടിച്ചായിരിക്കും ഈ സാധനം പൊട്ടിയെന്ന് വെച്ചാൽ കേട്ടോ. എടാ ഷിഞ്ചന അത് തന്നെടാ കേട്ടോ. അല്ല ഈ സെഡക്സ്റ്റനാറെ സ്റ്റാർട്ടാവോ അറിഞ്ഞൂടാ ഗൈസ്, നോക്കിയോക്കെ കേട്ടോ. ഓക്കെ, ഓ വണ്ടി സ്റ്റാർട്ടാവണല്ലോ ഗൈസ്. ഓക്കെ, ഈ സെഡക്സ്റ്റനർ സ്റ്റാർട്ടാവണില്ലല്ലോ. എടാ ഷിഞ്ചന പിഞ്ചന ഒന്ന് തള്ളടാ. ആ ഫ്രാങ്ക്ലി ചേട്ടാ. ഓഫ് എന്നെ പൊന്നെ, എന്ത് വെയിറ്റ് ഈ വണ്ടിക്ക്. എടാ ഷിഞ്ചന പിഞ്ചന ഒരു കാര്യം ചെയ്യും, വണ്ടിയില്ല നമുക്ക് നേരെ അകത്തോട്ടെടുത്ത് വെക്കാം കേട്ടാ. ഇവിടെ ഇപ്പോൾ മൊത്തം കള്ളന്മാരുടെ ശല്യം കൂടി വരെയാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ അവന്മാർ അടിച്ചു നമ്മുടെ രണ്ട് വണ്ടിയുടെ പരിപ്പിളൊക്കെ കേട്ടോ. ഓക്കെ, ഈ ഒരു സെഡക്സ്റ്റനർ ഉന്നടാ തള്ളടാ മരിയൊക്കെ ഇങ്ങോട്ട്. ആ ഫ്രാങ്ക്ലി ചേട്ടാ, അഥവാ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ നമുക്ക് രാത്രി കേൾക്കാമല്ലോ, ഇവിടെ അടുത്ത് തന്നെയല്ലോ. ഓക്കെ, ഈ സെഡക്സ്റ്റനർ നമുക്ക് ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓഫ് ഇതിൻ്റെ എൻജിൻ കംപ്ലൈൻ്റ് ആയെന്ന് തോന്നണം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ശരിയാക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കി ഇടണം. ഇത് നല്ല ബൈക്കായിരുന്നു ഗൈസ്. ഓക്കെ, ഇന്നലെ രാത്രി നമ്മൾ അടിച്ചു മാറ്റി എടുത്തതേ ഉള്ളൂ. ഓക്കെ, അടിച്ചു മാറ്റിയല്ലേ ഗൈസ്, വഴിയിൽ നിന്ന് കിട്ടിയാണ്. ഓക്കെ, എന്നാലും നമ്മുടെ ഡിഫൻഡർ അവന്മാർ ഇത് ആരാണെന്ന് ചെയ്തു വെച്ചു ചേട്ടാ, അതറിഞ്ഞു ചേട്ടാ. എന്തായാലും കുഴപ്പമില്ല, എന്തായാലും നമുക്കെന്തായാലും സാരമില്ല ഗൈസ്. ഓക്കെ, നമ്മളുടെ സിറ്റിയിലാണെങ്കിൽ ഒരു പുതിയൊരു സൈക്കോ കില്ലറുകളൊക്കെ ഇറങ്ങിയേക്കാണ്. ഈ ഒരാളാണെങ്കിൽ പാതിരാത്രി ഒരു ബൈക്കിൽ വന്ന് നമ്മളുടെ സിറ്റിയിലുള്ള എല്ലാ ആൾക്കാരെ ഇടിച്ചു കൊല്ലാനാണ് പതിവെന്ന് വെച്ചാൽ നമ്മളുടെ സിറ്റിയിലുള്ള 7-8 ആൾക്കാരെ ഇന്നലെ രാത്രി ഇടിച്ചു കൊന്നു. അത് ഏതാണ് ബൈക്കെന്ന് ഇതുവരെയായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാ CCTV ക്യാമറകളും അടിച്ചു പൊട്ടിച്ചാണ് ഈ ഒരു സൈക്കോ കില്ലർ ഇത് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഈ സൈക്കോ കില്ലറിനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും ആയിട്ട് പ്ലീസ് ഒന്ന് ഷെയറുകളൊക്കെ ചെയ്യുക. അതുപോലെ ഈ ഒരു സൈക്കോ കില്ലറിനെ പിടിക്കുന്ന ആൾക്ക് $10,000 ഞങ്ങൾ സമ്മാനമായി കൊടുക്കുന്നതാണ്. അതുമാത്രമല്ല രാത്രി കാലങ്ങളിൽ മാക്സിമം എല്ലാവരും വെളിയിൽ ഇറങ്ങാതെ നോക്കുന്നതും നല്ലതാണ്. ഷിഞ്ചാന പിഞ്ചാന, ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയട്ടാ. നിങ്ങളിനിയിപ്പോൾ എന്തല്ലേ രാത്രി വീടിൻ്റെ വെളിയിലൊന്നും ഇറങ്ങല്ലേ. നമ്മളുടെ സിറ്റിയിലാണെങ്കിൽ ഏതൊരു സൈക്കോ കില്ലറുകളൊക്കെ പുതിയതായിട്ട് എന്നാലും ഇറങ്ങിയിട്ടെന്നാലും ഉണ്ട് കേട്ടോ. ഓക്കെ, അയാൾ നിങ്ങളെ രണ്ടുപേരുടെയും കാര്യത്തിലൊരു തീരുമാനമാക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലൊന്നും ആരും ഇങ്ങനെ എന്തായാലും ഇറങ്ങല്ലേ കേട്ടോ. ഓക്കെ, അത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടാ. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ രാവിലെ എവിടെയെങ്കിലും പൊയ്ക്കോട്ടെ. ഫ്രാങ്ക്ലി ചേട്ടാ, ഇപ്പം ന്യൂസിൽ കാണിച്ചാൽ ഞങ്ങളും കേട്ട് ഫ്രാങ്ക്ലി ചേട്ടാ. ആടാ ഷിഞ്ചനെ പിഞ്ചനെ. ഓക്കെ, നമ്മൾ പിന്നെ രാവിലെ തന്നെ ഒരു മെക്കാനിക്കിനെ വിളിച്ച് നമ്മുടെ വണ്ടി ശരിയാക്കട്ടെ. ഇന്നലെ എന്തൊക്കെയോ ഭയങ്കര അടിച്ച് പൊട്ടിക്കണേ, പിന്നെ ആരൊക്കെ കുത്തണേ കൊല്ലണേക്കെ സൗണ്ടുകളൊക്കെ ഇവിടെ കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണേ തമ്പുരാൻ അറിയാം കേസ്. ഓക്കെ, നമുക്കൊന്നും ഒരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല കേസ്. ഓക്കെ, ആരാണ് ഇതൊക്കെ ചെയ്യണേന്ന്. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടി എവിടെടാ? ഷിഞ്ചന പിഞ്ചന വണ്ടി എവിടെടാ? ഏത് വണ്ടി? മറ്റേ വണ്ടി എവിടെടാ? ഏത് വണ്ടി? എടാ ഷിഞ്ചന പിഞ്ചന മറ്റേ നിഞ്ച എവിടെടാ? നിഞ്ച. ഫ്രാങ്ക്ലി ചേട്ടാ, നമ്മൾ ഇന്നലെ ആരും എടുക്കാതിരിക്കുന്നതിൻ്റെ അകത്ത് വെച്ചാൽ ആ വണ്ടി ഇപ്പോൾ എവിടെ? അറിഞ്ഞൂടാ ഷിഞ്ചന പിഞ്ചനെ. ഫ്രാങ്ക്ലി ചേട്ടാ, ഫ്രാങ്ക്ലി ചേട്ടാ, നൈസോടെ പണിപ്പാളി ഫ്രാങ്ക്ലി ചേട്ടാ. എടാ പിഞ്ചനെ, ഫ്രാങ്ക്ലി ചേട്ടാ ഇങ്ങോട്ട് വാ. ഫ്രാങ്ക്ലി ചേട്ടാ, എന്താടാ പിഞ്ചനെ? എടാ ഇത് നമ്മുടെ നിഞ്ചയല്ലേ? ഫ്രാങ്ക്ലി ചേട്ടാ,
ഇന്നലെ ആണെങ്കിൽ ഏതോ ഒരു ന്യൂസിൽ നമ്മൾ കണ്ടല്ലോ, ഏതോ സൈക്കോ കില്ലർ ഇറങ്ങിയെന്ന്. അതിനർത്ഥം ആ സൈക്കോ കില്ലർ ഈ നമ്മുടെ ഈ ഒരു ബൈക്ക് എടുത്തോണ്ടാണ് രാത്രി ആൾക്കാരെ കൊല്ലാനായിട്ട് പോണ. ആടാ ഷിഞ്ചന പിഞ്ചന, എനിക്ക് അങ്ങനെയാണ് തോന്നണത്. അതുകൊണ്ടാണ് അവൻ ഈ ബൈക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോകാത്തത്. അതുകൊണ്ടാണ് ഈ ബൈക്ക് ഇങ്ങനെ നശിച്ച് തവിടുകൂടി കിടക്കണത് കേട്ടാ. അല്ല ബൈക്ക് എങ്ങനെ സ്റ്റാർട്ടാക്കാൻ പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കണത്. ഈ ബൈക്കിൻ്റെ എൻജിൻ ഡാമേജ് ആയിട്ട് കിടക്കുകയായിരുന്നല്ലേ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഒരു ഐഡിയ തന്നെ ഇല്ല ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്ക് പേടിയാണ് ഫ്രാങ്ക്ലിൻ ചേട്ടാ. ആടാ ഷിഞ്ചന പിഞ്ചനെ.